ജീവിതോത്സവം 2025 ഭാഗമായി കുണ്ടംകുഴി സ്കൂൾ NSS യൂണിറ്റ് സംഘടിപ്പിച്ച നടപ്പുവണ്ടി ശ്രദ്ധേയമായി. നടപ്പുവണ്ടികൾ ജനങ്ങളുമായി സംവദിച്ച നാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞു. ജീവിതോത്സവം 2025 ഭാഗമായി കുണ്ടംകുഴി സ്കൂളിൽ NSS യൂണിറ്റ് സംഘടിപ്പിച്ച നടപ്പുവണ്ടി പുതുമ കൊണ്ടും പ്രവർത്തന മികവുകൊണ്ടും ശ്രദ്ധേയമായി. സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് കാൽനടയായി പുറപ്പെട്ട 100 NSS വിദ്യാർത്ഥികളുടെ ചെറു സംഘങ്ങളെ അധ്യാപകരും ബേഡെടുക്ക പഞ്ചായത്ത് ഹരിതകർമ്മസേനയും അനുഗമിച്ചു. കുണ്ടംകുഴി, മരുതടുക്കം, കാരക്കാട്, നീർക്കയ, ചാലത്തൂർ, മാവിനക്കല്ല്, ഗദ്ദേമൂല പ്രദേശങ്ങളിലേക്ക് യാത്ര പോയ നടപ്പുവണ്ടികൾ ജനങ്ങളുമായി സംവദിച്ച നാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഇപ്പോഴത്തെ പ്രത്യേക പരിപാടിയാണ് ജീവിതോത്സവം എന്നുള്ളത്. കുട്ടികൾക്ക് 21 ദിവസത്തെ വിവിധ ചലഞ്ചുകൾ നൽകിക്കൊണ്ട് അവരുടെ വ്യക്തിത്വ വികാസം വരുത്തുകയും അതുപോലെ തന്നെ പെരുമാറ്റങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വ്യക്തികളായി മാറാനുള്ള ചലഞ്ചുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷാവസാനത്തിൽ ആദ്യം കൂടെയുള്ള കരുത്തേകാണെന്ന് പറഞ്ഞ് 6 വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി. അതിന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു വശം എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള ജീവിതോത്സവ പരിപാടി നടത്തുന്നത്. ഏതാണ്ട് 16 ദിവസങ്ങളായി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ജീവിതോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. 16ാമത്തെ അവരുടെ ടാസ്ക് എന്നുള്ളത് വാക്കിംഗ് ബസ് നടക്കുവേണ്ടി എന്നുള്ളതാണ്. വഴിവക്കുകളിൽ നിന്ന് 15 ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. വാർഡ് മെമ്പർ ടി വരദരാജ്, വിദ്യാഭ്യാസാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വസന്തകുമാരി, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ലോഹിതാക്ഷൻ പെരിങ്ങാനം, പ്രോഗ്രാം ഓഫീസർ ബിജു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരായ നിർമ്മല, നിഷി, രജിന, രാകേഷ്, നവ്യ, സംഗീത, ദീപിക, രാജേശ്വരി, അശ്വതി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി.